ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ വീടിൻ്റെ അകത്ത് നമ്മൾ ബെഡ്റൂമിൽ കബോർഡ് സിസ്റ്റം ചെയ്യുന്ന സമയത്ത് എങ്ങനെയൊക്കെ മോഡൽസ് നമുക്ക് ചെയ്യാമെന്നും മൾട്ടിവുഡിൻ്റെ ആണെങ്കിലും അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് ഡീറ്റെയിൽസാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇതെല്ലാം തന്നെ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് നമുക്ക് ഇന്ന് കോമൺ അവൈലബിൾ ആണ്. അതായത് മൾട്ടിവുഡ് കിച്ചൺ കബോർഡിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കബോർഡ് സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കാം. നമുക്ക് ഏത് ഏരിയയിൽ വേണമെങ്കിലും നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതായത് ആദ്യമേ തന്നെ 3-4 കോളങ്ങളായിട്ട് തിരിച്ചിരിക്കുന്ന ഉള്ളിൽ തിരിച്ചതിന് ശേഷം സെപ്പറേറ്റ് കോളങ്ങൾ സെപ്പറേറ്റ് വരുന്നുണ്ട്. അതായത് ഓരോ ഷർട്ട് ഇടുന്നതിന് സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കണ്ടോ, ഇതെല്ലാം തന്നെ മൾട്ടിവുഡിൻ്റെ അകത്താണ് ചെയ്തിരിക്കുന്നത്. ഷർട്ട് ഇടുന്നതിന് സെപ്പറേറ്റ് മാത്രമാണ് അത്രയും ലെങ്ത്തിൽ വരുന്നത്. പിന്നെ അതിനുശേഷം മൾട്ടിവുഡ് വെച്ച് ഉപയോഗിച്ചതിന് ശേഷം മൈക്കയാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മൈക്കയാണ് ഇതെല്ലാം ഒട്ടിച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നത്. മൈക്ക കൊണ്ട് നമ്മൾ പല രീതിയിൽ ഉള്ള മൈക്കുകൾ കിട്ടുന്നുണ്ട്. അതായത് ഈ വൈറ്റ് കളറുകൾ, അതുപോലെ തന്നെ ഐവറി കളറുകൾ, അങ്ങനെ പല കളറുകളിൽ നമുക്ക് മൈക്ക അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല, തേക്കിൻ്റെ ഡിസൈൻ വേണമെങ്കിൽ തേക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എല്ലാം തേക്കിൻ്റെ ഡിസൈൻ. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് വരുന്നിരിക്കുന്നത്. അത് ഐവറി തന്നെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഐവറി നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി അതല്ല ഗ്രേ വേണമെങ്കിൽ ഗ്രേ സെലക്ട് ചെയ്യാം. വൈറ്റ് വേണമെങ്കിൽ വൈറ്റ് സെലക്ട് ചെയ്യാം. അപ്പോൾ കബോർഡ് സിസ്റ്റം വിത്ത് അതിൻ്റെ കൂടെ ഡ്രസ്സിങ് ടേബിളും കൂടിയാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിങ് ടേബിൾ ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ തന്നെ കണ്ണാടി വരുന്ന ഏരിയ ആണ് ഈ കാണുന്ന വൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് മെയിനായിട്ട് ഫുൾ ഒരു കണ്ണാടി വരുന്നുണ്ട്. പിന്നെ 3 റോ ആണ് വരുന്നത്. 3 അകത്ത് വരുന്ന 3 അലമാരയുടെ ഉള്ളിൽ വരുന്ന ഏരിയ ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രൊജക്ഷൻ 50 സെൻറ്റിമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഭിത്തിയിൽ നിന്ന് മാക്സിമം കൊടുത്തിരിക്കുന്ന പ്രൊജക്ഷൻ 50 സെൻറ്റിമീറ്റർ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ പ്ലൈവുഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം മൈക്ക് ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുത്തൻ ഒരു നല്ലൊരു ടോപ്പ് ലെവലിലുള്ള കബോർഡ് സിസ്റ്റമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇത് തന്നെയാണ് നമ്മൾ കിച്ചണിലും ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ മൾട്ടിവുഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സണൽ അഭിപ്രായം വേറെ ഒന്നുമുണ്ടല്ല. നമ്മുടെ നനയുന്ന ഏരിയകൾ, നനവ് കാര്യങ്ങളൊക്കെ വരുന്ന ഏരിയകളും അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാൽ തന്നെ കത്ത് പിടിക്കാത്തതും, അതുപോലെ തന്നെ നനഞ്ഞാൽ തന്നെ കുത്തിപ്പോവാത്തത്, അല്ലെങ്കിൽ പ്ലൈവുഡ് ആവുന്ന സമയത്ത് കുത്തിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ പറയുന്ന മൾട്ടിവുഡ് കാര്യങ്ങൾ PVC പോലത്തെ മെറ്റീരിയൽ ആയതുകൊണ്ട് നനഞ്ഞാലും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും തന്നെയില്ല. പിന്നെ ആകെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രൂകൾ നമ്മൾ ഒരുപാട് കുറച്ച് നാളുകൾ വലിച്ച് തുറക്കി അടക്കുകയും ചെയ്യുന്ന സമയത്ത് മൾട്ടിവുഡ് ആയതുകൊണ്ട്, അതായത് പ്ലൈവുഡ് PVC മെറ്റീരിയൽ ആയതുകൊണ്ട് അഴഞ്ഞു പോകാനുള്ള ചെറിയൊരു ചാൻസസ് ഉണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മൈക്ക ഷീറ്റ് വരുന്നത്. മൈക്ക ഷീറ്റാണ് ഇതിൽ ഒട്ടിച്ച് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ ഉപയോഗിക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മൾ അപേക്ഷിച്ച് നോക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റിൽ കുറച്ച് കുറവും, അതുപോലെ തന്നെ നീറ്റ്നെസ് കൂടുതലും, അതുപോലെ തന്നെ മെയിൻ്റെനൻസ് ലേബർ വെച്ച് നോക്കി കഴിയുമ്പോഴും കുറച്ചുകൂടി കുറവ് വരുന്നത് മൾട്ടിവുഡാണ്. മൾട്ടിവുഡിൽ പെട്ടെന്ന് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. അവസാനം നമുക്ക് മൾട്ടിവുഡ് ചെയ്തതിന് ശേഷം അവസാനം മൈക്ക ഷീറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you